You suck so much. അങ്ങനെ ഒബ്സഷൻ കണ്ടു. അറിയാം, പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമായിരിക്കില്ല. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഞാൻ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ സ്പോയിലേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ റിവ്യൂ പാർട്ട് കഴിയുമ്പോൾ പറയാം. അപ്പം നിർത്തുക, എന്നിട്ട് പടം പോയി കണ്ടിട്ട് ഒന്ന് ബാക്കി കാണുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആദ്യം മുതൽ ഒന്നുകൂടെ കാണുക. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂ പാർട്ടിലേക്ക് കിടക്കാം. ഈ സിനിമയിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട പേരാണ് കറി ബേക്കർ, ഒബ്സഷൻ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ. ഇങ്ങേര് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആളെ കണ്ട് നല്ല പരിചയം കാണും. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. He's in here, Dad. He's in here. It's father. കാരണം ആള് ഒരുപാട് കോമഡി സ്കെച്ചുകൾ, അത് യൂട്യൂബിലും റീലിലും ഒക്കെ ആയിട്ട് ഒരുപാട് കോമഡി സ്കെച്ചൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ട് നിന്ന ഒരാൾ ആണ് ഈ വന്ന് നമ്മളെ സ്റ്റാർട്ട് ടു ഫിനിഷ് പേടിപ്പിക്കുന്ന ഒരു പടം എടുത്തതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു പടം, പ്ലസ് ഒരു 26-കാരൻ യൂട്യൂബറാണ് ഇത്രയും കിടില ഒരു മൂവി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആൻഡ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയ ഒരു ലെജൻഡറി മൂവി ഡയറക്ടറിൻ്റെ ഒരു പടം കണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയി വന്നതിന് ശേഷം കാണുന്ന ഒരു മൂവിയാണ്. ശരിയാണ്, ഞാൻ ഇതിനെപ്പറ്റി കുറേ പോസിറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് തന്നെയാണ് മൂവിക്ക് പോയത്. പക്ഷേ അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഹൊറർ ജോൺറ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ. കാരണം നമുക്ക് നല്ലൊരു ഓഡിയൻസ് അല്ല നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ഹൊറർ മൂവീസ് ഒട്ടും വർക്കാവില്ല. ഈ സൈഡിൽ ഇരുന്ന് വർത്താനം പറയുന്നവരൊക്കെ ആണെങ്കിൽ ആ പടത്തിൻ്റെ എക്സ്പീരിയൻസ് പോകും. ആൻഡ് എനിക്ക് അങ്ങനെ നല്ലൊരു വൃത്തികെട്ട ഓഡിയൻസിനെ തന്നെയാണ് കിട്ടിയത്. എൻ്റെ അടുത്ത് തന്നെ ഒരുത്തനുണ്ടായിരുന്നു. നിങ്ങൾ സിനിമ കാണാൻ വരുമ്പോഴത്തേനും, എസ്പെഷ്യലി ഒബ്സഷൻ കാണാൻ വേണ്ടി വരുമ്പോൾ, നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റയിലെ പോസ്റ്റൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കൂട്ടി വരുന്നത് എനിക്ക് മനസ്സിലാവും. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. കാരണം നമുക്ക് ട്രെയിലറിൽ കൂടെ കിട്ടുന്ന ഇൻഫോ എന്താണെന്ന് വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ ഭയങ്കര ടോക്സിക് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഒബ്സസ്ഡ് ആകുമ്പോഴത്തേനും മറ്റൊരാളൊരു പെട്ട അവസ്ഥയിലിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രമിസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഓക്കെ. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ ബാക്കിയുള്ളവരും കൂടി ഇരിക്കുമ്പോഴത്തേക്കിനും ഇരുന്ന് കണ്ടാ നീ ഇത്, നമ്മളന്ന് അവിടെ പോയപ്പോൾ നീ ഇത് ചെയ്തില്ലായിരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനല്ലേ ഇടയ്ക്ക് ബിഹേവ് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിരുന്ന് വർത്താനം പറയാം. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സീൻ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ബുദ്ധിമാനാവാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ബുദ്ധിമതിയാവാൻ ട്രൈ ചെയ്യുക. അമ്മാതിരി പരിപാടിയൊന്നും ചെയ്യാതിരിക്കുക. എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരുത്തനാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പല സമയത്തും ഭയങ്കര ശല്യമായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കാനും മാത്രം ഈ മൂവി ബ്രില്യൻ്റ് ആയിരുന്നു. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എനിക്ക് പൊതുവെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ മൂവിയിൽ നിന്ന് ഔട്ടാകുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ശല്യം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിട്ടും എനിക്ക് ഈ മൂവിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. അത്രയ്ക്ക് ഗ്രിപ്പിംഗ് ആയിരുന്നു ഈ സിനിമ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞു വരുമ്പോഴത്തേന് കുഴഞ്ഞു പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതാണ് ഞാൻ പറയാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഈ സിനിമ വാസ് സ്ക്രീൻ പ്ലേ വൈസ് വെരി ബ്രില്യൻറ്റ്. ദറ്റ് ഇങ്ങനെ ശല്യങ്ങൾ ഉള്ളപ്പോഴും ഞാൻ സ്റ്റാർട്ട് ടു ഫിനിഷ് ഇതിൽ എൻഗേജ്ഡ് തന്നെയായിരുന്നു. എനിക്ക് ഒരു സെക്കൻഡിൽ പോലും എനിക്ക് ഇത് പണ്ടാരം തീർന്നതെങ്കിൽ ഇറങ്ങിപ്പോയായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഈ ശല്യം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എനിക്ക് മൂവിയിൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റി ഇത്തരം ആൾക്കാർ കൂടെ ഇരിക്കുമ്പോൾ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരൊന്നുമില്ല, ഒരു കയ്യിലെണ്ണാവുന്നത്ര ആൾക്കാരെ സ്ക്രീനിൽ തന്നെ വന്നു പോകുന്നുള്ളൂ. അതിലും നമ്മൾ 4 പേരിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിക്കി, ബെയർ, പിന്നെ ഇയൻ ആൻഡ് സാറ. അപ്പോൾ നിക്കിയും ബെയറുമാണ് നമ്മൾ ഈ സിനിമയുടെ പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ കാണുന്ന കപ്പിൾ. അതിൽ നിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആക്ട്രസിൻ്റെ പേര് ഇൻഡി നവരട്ടെ. ആ സെക്കൻഡ് നെയിമിൻ്റെ പ്രൊണൗൺസിയേഷനിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, പക്ഷെ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. പിന്നെ
ബെയർ എന്ന് പറയുന്ന മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന മൈക്കിൾ ജോൺസ്റ്റൺ. ഇവർ രണ്ടുപേരും അന്യായ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ്. കാരണം ഇവർ പോകുന്ന ഒരു റേഞ്ച് ഉണ്ട്. ഇത് ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ ഹൊറർ അല്ലല്ലോ. സോ ഇവർ സന്തോഷം, ദേഷ്യം, സങ്കടം, വിഷമം, ഇത് ഒരു ഗ്രാഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു. അത് ഈ രണ്ട് ക്യാരക്ടേഴ്സും ഇവർ ആ ഇമോഷൻസ് ഒക്കെ അവർ പലയിടത്തും ചെയ്തു വെച്ചിരിക്കുന്നത് അസാധ്യം എന്നല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കിടിലം പെർഫോമൻസ് ആണ് രണ്ടുപേരും. ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കുറച്ച് ലാക്കിംഗ് ആയിരുന്നെങ്കിൽ, കുറച്ച് ലാക്ക് ലെസ്റ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സിനിമ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സിനിമ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൽ. അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് ഇവർ അന്യ പെർഫോമൻസ് ആയതുകൊണ്ട് സിനിമയും വേറൊരു ലെവലിലേക്ക് പോകും. ആ ഒരു സൈഡ് അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വിശകാക്കിയതും പറഞ്ഞ സിനിമയ്ക്കൊന്നും പറ്റൂല എന്നൊരു രീതിക്ക്. അതുകൊണ്ട് കാസ്റ്റിംഗ് അസാധ്യം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഇയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഈ പുള്ളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം പറഞ്ഞില്ലേ ഡയറക്ടർ കറി ബേക്കറിൻ്റെ കൂടെ എല്ലാ സ്കെച്ചിലും ഉള്ള ആളാണ് ഇയൻ. ഇയനല്ല, കൂപ്പർ എന്നാണ് ഇയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളുടെ പേര്. പുള്ളിയുടെയും പെർഫോമൻസ് നൈസാണ്. ഈ സിനിമയിൽ ആരുടെയും പെർഫോമൻസ് എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയില്ല, ഒട്ടും ഔട്ട് ഓഫ് പ്ലേസ് അല്ലായിരുന്നു. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും ഒരു ഹ്യൂജ് പ്ലസ് ആണ് ഈ സിനിമയ്ക്ക്. അടുത്തൊരു പോസിറ്റീവാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹൊറർ മൂവി നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വിഷ്വൽസ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കലും മാത്രം എഫക്റ്റീവ് ആവില്ല, അതിനനുസരിച്ച് മ്യൂസിക് നിൽക്കണം. ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് മുകളിലോ താഴെയോ പോയാൽ നമ്മൾ പേടിക്കില്ല. അത് ഈ മൂവി എന്ന് പറഞ്ഞ ഒരു പതിവ് നമ്മൾ കോൺജറിങ് ഒക്കെ കാണുമ്പോൾ ഉള്ള പോലെ ജംപ് സ്കെയർസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മൂവിയും കൂടെ അല്ലാത്തത് കൊണ്ട് മ്യൂസിക്കും ഇതിനകത്ത് ഭയങ്കര ഒരു പാർട്ടാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. പ്ലസ് ഈ സിനിമയിലെ മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളെ പേടിപ്പിക്കുന്നത് ഈ മ്യൂസിക്കിൻ്റെ തന്നെ ആബ്സെൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ചില സീനുകൾ ഒന്നും ഇല്ലാതൊരു സൈലൻസ് വരുമ്പോഴത്തേനും നമുക്ക് ഈ സൈലൻസ് എന്താണ്, ഈ സൈലൻസിനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആരെവിടെ നിന്നാണ് എന്താണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു പേടിയുണ്ടല്ലോ, അതാണ് നമുക്ക് വരുന്നത് ഒരു സൈലൻസ് വരുമ്പോൾ. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. മ്യൂസിക് ഉണ്ടാവും, പക്ഷേ ഒരു ഫ്രെയിം സ്റ്റില്ലായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ മുഖത്ത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഇനി ഇത് എവിടെ നിന്നാണ് എന്താണ് പോകുന്നത് എന്നുള്ളൊരു പേടി, അവർ ആങ്സൈറ്റിയാണ് റിയലി. ഈ സിനിമ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് നമ്മളെ ഇങ്ങനെ ഒരു ആങ്സൈറ്റിയുടെ ഒരു മുൾമുനയിൽ നിർത്തും. ഈ ക്യാരക്ടേഴ്സിന് എന്താണ് പറ്റുന്നത്, ആരാണ് എന്താണ് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു ഒരാൾ അൺഹിഞ്ച്ഡ് ആകുമ്പോഴത്തേക്കിന് എന്തും സംഭവിക്കാം എന്നുള്ളത് പറയുന്നൊരു സിറ്റുവേഷൻ വരില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് ഈ സിനിമയുടെ സ്റ്റാർട്ട് ടു ഫിനിഷ്. നമ്മുടെ ടിപ്പിക്കൽ ഹൊറർ സിനിമകളുടെ പരിപാടി ഉണ്ടല്ലോ, ജംപ് സ്കെയർസ്, അതല്ല ഈ സിനിമയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി ബിൽഡ് ചെയ്യാനും അതിനെ അടുത്ത പേടിപ്പിക്കലിലേക്ക് കൊണ്ടുപോകാനും ക്യാമറയും മ്യൂസിക്കും ഹാൻഡ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. അതിവർ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു വമ്പൻ പോസിറ്റീവ് തന്നെയാണ് ഈ സിനിമയ്ക്ക്. അടുത്തൊരു മേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ എഡിറ്റിംഗ്. പറയുമ്പോൾ ശരിയാണ്, ഈ സിനിമ കമ്പാരിറ്റീവ്ലി ചെറുതാണ്, 1 മണിക്കൂർ 50 മിനിറ്റ് എന്തോ ഉള്ളൂ. അത് ഇപ്പോൾ ഉള്ള മോസ്റ്റ് കൊമേഴ്ഷ്യൽ മൂവീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എല്ലാം ഒരു 2.25 മണിക്കൂർ 3 മണിക്കൂർ ഇല്ലാത്ത ഒരു സിനിമയില്ല. അത് വെച്ച് നോക്കുമ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഇത് വെട്ടി ഇത്രയും ചെറുതാക്കിയത് കൊണ്ടല്ലേ എഡിറ്റിംഗ് ഞാൻ നല്ലതെന്ന് പറയുന്നത്. ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും എന്താ പറയുക, ക്യാരക്ടേഴ്സിന് ബ്രീത്ത് ചെയ്യാനൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് ഒരു സീൻ ഹോൾഡ് ചെയ്യുന്നൊരു ലെങ്ത് ഉണ്ടല്ലോ, അവിടെ അത്രയും ഒരു ലെങ്ത് എടുത്തില്ലെങ്കിൽ, ഒരു നല്ലൊരു എഡിറ്റർ അല്ല അത് ചെയ്യുന്നതെങ്കിൽ ആ സീൻ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കാതെ അത് കുറച്ചുകൂടെ വെട്ടി ചുരുക്കിയാൽ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു സീനിനുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ സിനിമയെ എഫക്റ്റീവ് ആക്കുന്നത് ഇത്തരത്തിലുള്ള ഡ്രോൺ ഔട്ടായിട്ടുള്ള ചില പോസുകളാണ്. ചില സ്ഥലങ്ങളിൽ ഒരു ഫ്രെയിം കുറച്ചധിക നേരത്തേക്കിന് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ഈ സിനിമയെ പല സ്ഥലങ്ങളിലും എഫക്റ്റീവ് ആക്കുന്നത്.
അതുകൊണ്ടാണ് ഈ മൂവിയുടെ എഡിറ്റിംഗ് ഞാനിവിടെ എടുത്തു പറയുന്നത്. കാരണം മറ്റൊരു മോശം എഡിറ്ററിൻ്റെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ അങ്ങനത്തെ മൊമെൻറ്റ്സ് ബിൽഡ് ചെയ്യാനോ ഈ സിനിമേനെ ഇത്ര എഫക്റ്റീവ് ആക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഇതൊക്കെയാണ് ഈ സിനിമയുടെ എനിക്ക് മേജർ പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയത്. അങ്ങനെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടറിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ടൈം ലൈൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്ലേ അല്ല. ഒരുപാട് നോൺ ലീനിയർ ആയിട്ട് കഥ പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയില്ല. വളരെ ലീനിയർ ആയിട്ടുള്ള വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആണ്. അതിവർ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ഇപ്പം ചിലപ്പോൾ നമ്മുടെ തന്നെ റിലേഷൻഷിപ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്സിലായിരിക്കും, നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ഓവർ പൊസസീവ്നെസ് ആയിരിക്കാം, ചിലപ്പോൾ ജെലസി ആയിരിക്കാം, ചിലപ്പോൾ മാനിപ്പുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒബ്സെഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള പല ടോക്സിക് ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ടല്ലോ. അതിൽ പലതും നമ്മൾ പോട്ടെ ചെയ്ത് അവർ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കണ്ണടച്ച് വിടുന്ന പല കാര്യങ്ങളും അത് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അത് ഒരാളെ എന്തിലൂടെയാണ് കടത്തി വിടുന്നത് എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ്. സോ അവർ ആ ഒരു ലിമിറ്റ് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിറ്ററലി അതിൻ്റെ എക്സ്ട്രീമിലേക്ക് അവർ പോകും. ആൻഡ് ദാറ്റ് ഈസ് ഹൊറിഫൈങ്. അത് കണ്ടിട്ട് പേടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു ചെറിയ മൈൽഡ് വേർഷൻ എവിടെയോ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം നമ്മൾ കാണുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യും. നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മളിൽ വരും. ഓഫ് അവൻ്റെ ഒരവസ്ഥ അല്ലെങ്കിൽ അവളുടെ ഒരവസ്ഥ. നമ്മൾ സിനിമയിലെ ക്യാരക്ടർ ഒരിതിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈശ്വര അവസ്ഥയിൽ എന്ത് ചെയ്യും, ഇത് വെറുപ്പിക്കാനും പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവും. ഒരു ചെറിയ വേർഷനായിട്ടെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ റിലേറ്റ് ചെയ്യും. ഇനി നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് സിനിമയിൽ പറയത്തക്ക വലിയ നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ചിലപ്പോൾ ആ ഒരു ഇഷ്ടപ്പെടലിൻ്റെ ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും നെഗറ്റീവ്സ് ഒന്നും തോന്നാത്തത്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പല സ്ഥലങ്ങളിലും ചില ക്യാരക്ടേഴ്സിന് എങ്കിലും ഒരു സ്റ്റോണർ കോമഡി ക്യാരക്ടർ വൈബ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ അമേരിക്കൻ മൂവീസിലെ സ്റ്റോണർ കോമഡി മൂവീസ് കാണില്ലേ, വളരെ ലേഡ് ബാക്ക് ആയിട്ടുള്ള വളരെ നോൺഷലാൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ സ്റ്റോണർ കോമഡി മൂവീസിലുണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ ചില ക്യാരക്ടേഴ്സ് എങ്കിലും അങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഒരുത്തൻ്റെ ജീവിതം കൊത്തുവാളെടുത്ത് ഒരു ഗതി പരഗതി ഇല്ലാതായി നിൽക്കുമ്പോഴും ഓക്കെ ഒരു ക്യാരക്ടർ അങ്ങനെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷേ ഇതിൽ 2-3 പേര് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് എനിക്കൊരു ക്യാരക്ടർ റെപ്യൂട്ടേഷൻ പോലെ തോന്നി. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം ഒരു ചെറിയൊരു മൈനർ ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നി. അല്ലാതെ എനിക്ക് അത് ഭയങ്കര ഒരു കല്ലുകടി അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ബ്രെയിനിൽ നിന്ന് അത് കളഞ്ഞു. അത് പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല, അത് പോട്ടെ. രണ്ടാമത്തെ പറയേണ്ട നെഗറ്റീവാണ് നമ്മുടെ സെൻസർ ബോർഡ് ചെയ്യുന്ന ഓരോരോ പരിപാടികൾ. ഇതിൽ മേക്കേഴ്സിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സെൻസർ ബോർഡിന് എവിടൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഇവരുടെ മാനദണ്ഡം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ തോന്നുന്നിടത്ത് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ലോജിക്കില്ല. ഇതിനകത്ത് ഒരു ഭയങ്കര ഗോറി ആയിട്ടുള്ള ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. ഓക്കെ, അത് മൊത്തത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അത് മൊത്തത്തിൽ അവർ കട്ട് ചെയ്തല്ലോ. ഇത് ഇവരതിൻ്റെ തുടക്കം കട്ട് ചെയ്യും, പക്ഷെ എൻഡ് റിസൾട്ട് കാണിക്കും. രണ്ടും ഡിസ്റ്റർബിങ് ഇമേജസ് ആണ്. കട്ട് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും കട്ട് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും വെക്ക്. ഇത് അവിടെ കട്ട് ചെയ്ത് ഒരു വൃത്തികെട്ടൊരു നോൺ സെൻസിക്കലായിട്ടൊരു കട്ട് അവിടെ വന്നിട്ട് ഈ എൻഡ് റിസൾട്ട് കാണിക്കുമ്പോൾ നമ്മൾ എന്താ നടക്കുന്നതെന്നാണ്. ഇപ്പം നമ്മളെ വെറുതെ അവിടെ ഒരു അനാവശ്യ കട്ടിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരെവിടൊക്കെയാണ് കത്തി വെച്ചതെന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ സെൻസർ ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ ആയിപ്പോയി. അവർക്ക് വെളിവില്ല. മാർക്കോ പോലുള്ള സിനിമകൾ വയലൻ്റ് ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അതിനകത്ത്
കാണിക്കാത്ത പരിപാടികളൊന്നുമില്ല. അതൊന്നും കട്ട് ചെയ്യാതെ വിടുന്നതിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. പിള്ളേരുടെ തല സിലിണ്ടർ വെച്ച് അടിച്ച് പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ കാണിക്കാമല്ലോ. അതിലെന്ത് തെറ്റിരിക്കുന്നു? അതും നല്ല തീരുമാനം. അപ്പോൾ ഇത്രയാണ് സിനിമയുടെ റിവ്യൂ പാർട്ടിൽ എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തിയിട്ട് അപ്പോൾ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന് ബാക്കി കാണുക. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇനി സിനിമ കണ്ടവരോട്, സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു പാർട്ടും കൂടെ ഉള്ളത്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ടും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ ശരിക്കും വില്ലൻ ആരാണെന്നുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു നോർമൽ ഹൊറർ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ആരാണ് ഈവിൾ, ആരാണ് ഗുഡ് എന്ന് നമുക്ക് അധികം ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സൈഡിലൊരു ഡീമനും ഒരിടത്തും ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളും ആണെങ്കിൽ നമുക്ക് ആരുടെ കൂടെ സൈഡ് ചെയ്യണം എന്നുള്ളതിലൊരു ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആങ്ഷ്യസ് ആവുന്നത് ബെയറിൻ്റെ അവസ്ഥേനെ ആലോചിച്ചിട്ടാണ്. ബെയർ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ആലോചിച്ചാണ് നമ്മൾ പേടിക്കുന്നത്. ഇവള് നിക്കി എന്തൊക്കെ ചെയ്യും നമുക്ക് അറിഞ്ഞൂടാ, നിക്കി ഇവനെ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞൂടാ, നിക്കി ഇവൻ്റെ കൂടെ ഉള്ളവരെ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ടെൻഷൻ അടിക്കുന്നത് മുഴുവൻ ബെയറിനെ ആലോചിച്ചിട്ടാണ്. പക്ഷേ ശരിക്കും ഒന്ന് നമ്മളിരുന്ന് ആലോചിച്ചാൽ ഈ വിഷ് ചെയ്തത് ബെയറല്ലേ? ബെയർ ഒരാളുടെ വിഷ് കാരണം അവരുടെ ആ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ജീവിതം പോയി. അതുമാത്രമല്ല, വേറെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എന്താ പറയുക ഭയങ്കര നന്മയായിട്ടുള്ളൊരു മനുഷ്യനൊന്നുമല്ല. കാരണം ബെയറിനറിയാം ഇവൻ്റെ ഈ ഒരു വിഷ് കാരണമാണ് നിക്കിക്ക് പെട്ടെന്ന് ഒരിടത്തൊന്നും ഇല്ലാത്തൊരു സ്നേഹം പൊട്ടി മുളച്ചത് എന്ന് ബെയറിനറിയാം. പക്ഷെ അവനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൻ ഇത്രയും നാൾ ആഗ്രഹിച്ച ഒരു സാധനം അവന് കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ എന്തിനത് വേണ്ടാന്ന് വെക്കണം എന്നുള്ള രീതിക്കാണ് ബെയർ ചിന്തിക്കുന്നത്. അവൻ ഇതല്ല റിയാലിറ്റി എന്നറിഞ്ഞിട്ടും അവൻ ആഗ്രഹിക്കുന്ന റിയാലിറ്റി ജീവിക്കാൻ വേണ്ടി അവൻ പലതും സഹിച്ച് പലതും കണ്ടില്ല എന്ന് വെച്ച് അവൻ മുന്നോട്ട് പോവാം. പലയിടത്തും അവന് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇവനും വിഷമമാണെങ്കിൽ ഇവൻ അതൊക്കെ കണ്ടില്ല എന്ന് വിചാരിച്ച് അവൻ മുന്നിലേക്ക് പോവാം. കാരണം അവൻ ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് അവന് കിട്ടിയത് കൊണ്ട്. അതിനകത്ത് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അവൻ സ്നേഹിച്ച നിക്കി അല്ല ഇപ്പം അവൻ്റെ കൂടെ ഉള്ളത്. നിക്കിയുടെ സ്വഭാവവും ക്യാരക്ടറും എല്ലാം മാറി. ബട്ട് സ്റ്റിൽ ഹീസ് ഓക്കെ വിത്ത് ഇറ്റ്. അവൻ നിക്കിയുടെ ഓട്ടോണോമിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിക്കി എന്ന് പറയുന്ന ശരിക്കുമുള്ള ആളുടെ അഭിപ്രായത്തിനെ കുറിച്ച് അവൻ ബോധവടല്ല. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നിക്കി എൻ്റെ കൂടെ ആണല്ലോ എന്നുള്ളൊരു ചിന്താഗതിയാണ് അവനുള്ളത്. സോ ബെയറിൻ്റെ ക്യാരക്ടർ നമുക്കൊരിക്കലും വളരെ ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സീനാണ് നിക്കിയുടെ ക്യാരക്ടർ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കിനുള്ള ഒരു കോൺവെർസേഷൻ. ശരിക്കുമുള്ള നിക്കിയുടെ സോള് എവിടെയോ ട്രാപ്പായി കിടന്നുകൊണ്ട് ബെയറിനോട് പറയുകയാണ്, മറ്റേ ആ ഓൾട്ടർ ഈഗോ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കിനും എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്നെ ഒന്ന് കൊല്ലാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവനത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവൻ ഈ ലാസ്റ്റ് പൊക്കിക്കൊണ്ട് വരുന്ന ഐഡിയ ഉണ്ടല്ലോ, മറ്റൊരു വില്ലോ മേടിച്ചിട്ട് വേറൊരാളെ കൊണ്ട് വിഷ് ചെയ്യിക്കാമെന്നുള്ളൊരു കാര്യം, അതൊന്നും അവൻ ആലോചിക്കുന്നില്ല. കാരണം എന്താ, ഇത് അവൻ സ്നേഹിച്ച നിക്കി എവിടെയോ കിടന്ന് കഷ്ടപ്പെടുവാണെങ്കിലും ഇവൻ ആഗ്രഹിച്ചതുപോലെ ഒരാൾ ഇവൻ്റെ കൂടെ ഉണ്ടല്ലോ, അവൻ അത് വിട്ട് കളയാൻ അവന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവൻ അതൊരു മൈൻഡ് ചെയ്യാത്തതുപോലെ അല്ലെങ്കിൽ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവൻ വീണ്ടും മുന്നോട്ട് പോവാം. ഇവന് ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ എസ്കലേറ്റ് ആയി സാറയും മരിച്ച് കഴിയുമ്പോഴത്തേക്കിനാണ് ഇവൻ പിന്നെ ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ ഈ വിഷ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അതുവരെ അവൻ മറ്റേ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴാണെങ്കിലും ചോദിക്കുന്നത് ഓക്കെ എനിക്കിത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. കാരണം മോഡിഫൈ ചെയ്തിട്ട് ഇവന് ഇതിൻ്റെ ദൂഷ്യവശങ്ങളൊന്നുമില്ല. ഇവന് ഈ ഓവർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഇവനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവനെ അവിടെ തന്നെ നിർത്തുന്ന ഈ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഒന്നും ഇവന് വേണ്ട. പക്ഷെ ഇവന് അപ്പോഴും നിക്കിയുടെ അഭിപ്രായം പ്രശ്നമല്ല, വിഷിൻ്റെ ഭാഗമായിട്ട് തന്നെ നിക്കി ഇവൻ്റെ കൂടെ ഇവന് വേണം. പക്ഷേ ഇവന് ഇതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ മോശം സൈഡൊക്കെ ഒഴിവാക്കുകയും വേണം. അതുകൊണ്ട് അവൻ മോഡിഫിക്കേഷന് വേണ്ടിയാണ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബെയറിൻ്റെ ക്യാരക്ടർ ഫുള്ളി ഒരു
പോസിറ്റീവ് ക്യാരക്ടറാണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബെയറാണ് ഈ സിനിമയിലെ വില്ലൻ. രണ്ടാമതായിട്ട് പറയേണ്ടതാണ് ഈ വിഷിംഗ് വില്ലോൻ്റെ കോൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ടൊരു പ്ലാസ്റ്റിക് ടോയിൽ നിന്ന് ഇവൻ വിഷ് ചെയ്തിട്ട് ഇവൻ്റെ ചുറ്റുമുള്ളവരുടെ ഇവൻ്റെയും ജീവിതം മൊത്തത്തിൽ മാറി മറിയുകയാണ്. സോ നമ്മളിത് കാണുമ്പോഴത്തേക്കിനും, ഞാനും ഈ സിനിമ കണ്ടപ്പോഴത്തേനും വിചാരിച്ചത് എന്തുവാ, ഓ ശരിയാണ്, ഭയങ്കര ഒരു ഫിലോസഫിക്കൽ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഡിസേർവിങ് അല്ലാത്തത് എന്തും നമ്മൾ വിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്യാതെ കിട്ടുന്നത് എന്തും നമുക്ക് അനുഭവിക്കാൻ ഒരു യോഗം ഉണ്ടാവില്ല എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് കാരണം നമ്മൾ സിനിമയിൽ കാണുന്നത് അതാണ്. നിക്കീനെ അവന് പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ചിലപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ നിക്കി ചിലപ്പോൾ നോ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ വിഷ് ചെയ്തില്ലാത്തൊരു സാധനം, ഏൺ ചെയ്യാത്തൊരു സാധനം അവന് കിട്ടിക്കഴിയുമ്പോൾ അവനത് നന്നായിട്ട് അനുഭവിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ ലൈഫ് ലോങ് ഉണ്ടാവാനോ അവൻ്റെ ഒരു യോഗമില്ല. അതുപോലെ തന്നെയാണ് ഇയൻ $1 ബില്യൺ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് വിഷ് ചെയ്യുന്നതെങ്കിലും അത് അവന് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവനത് എൻജോയ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അവൻ അടുത്ത സീനിൽ തന്നെ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ഡിസേർവ് ചെയ്യാത്തവർക്ക് ഇത് കിട്ടിയാൽ അവർക്കത് എൻജോയ് ചെയ്യാനുള്ളൊരു സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഡിസേർവിങ് അല്ലാത്ത ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴും സിനിമയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇവൻ ആ വിഷിംഗ് വില്ലോ വാങ്ങുന്ന സ്റ്റോറിൽ രണ്ടാമത് പോകുമ്പോൾ അവിടെയുള്ള ആ സ്റ്റോർ മാനേജർ അയാൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വിഷ് ഓൾറെഡി യൂസ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല. അയാൾക്കൊരു റീപ്രൊക്കഷൻസും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല, അയാൾക്കൊരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പ്ലസ് ഞാൻ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിനകത്ത് പുള്ളിയും പറയുന്നത്, യെസ്, ഇഫ് യു മേക്ക് യുവർ വിഷസ് കെയർഫുള്ളി യു ഡോണ്ട് ഹാവ് എനി റിപ്രക്കഷൻസ്, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. സോ ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ. അതാണ് കാര്യം. ഇതൊക്കെയാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഒക്കെ മറന്നുപോയി. ബട്ട് ഐ റിയലി ലവ് ദിസ് മൂവി, ഐ എൻജോയ്ഡ് ഇറ്റ്. ഒരു 26 വയസ്സുകാരൻ, എൻ്റെ അതേ പ്രായമുള്ള ഒരാൾ ഇത്രയ്ക്കൊരു മൂവി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. സോ ഇത്രയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ശരിയെന്നാൽ.